ഹലോ മണ്ണിലെ താരാപദം വിട്ടകന്നങ്ങ് വിണ്ണിൽ പിറന്നൊരു മുത്തേ. മണ്ണിലെ താരാപദം വിട്ടകന്നങ്ങ് വിണ്ണിൽ പിറന്നൊരു മുത്തേ. മിന്നും വെള്ളിത്തിരയുടെ സ്വത്തേ. ചേനത്തുനാടിൻ്റെ ആരോമലായുള്ള ചാലക്കുടിക്കാരൻ മണിയേ. ചേലത്തുനാടിന്റെ ആരോമലായുള്ള ചാലക്കുടിക്കാരൻ മണിയേ. നിന്നെ നമിക്കുന്നു, നിന്നെ നമിക്കുന്നു ഞങ്ങളിന്നെല്ലാരും തീരാമഹിമയ്ക്കു മുൻപിൽ, നിന്റെ നേരാ പെരുമയ്ക്കു മുൻപിൽ. മണ്ണിലെ താരാപദം വിട്ടകന്നങ്ങ് വിണ്ണിൽ പിറന്നൊരു മുത്തേ. നിന്നും വെള്ളിത്തിരയുടെ സ്വത്തേ. പാരാഗന്ധം ചുരത്തും അണിനാടൻ പാട്ടിനുടയോനെ നീയേ. ആരാഗന്ധം ചുരത്തും അണിനാടൻ പാട്ടിനുടയോനെ നീയേ. കാണാമറയത്ത് പോയി മറഞ്ഞെന്നാലും മായുമോ. കാണാമറയത്ത് പോയി മറഞ്ഞെന്നാലും മായുമോ നിൻമുഖവെട്ടം. നീ നിത്യതയേകിയ വേഷം. ഉള്ളിൽ വിരിയുന്നൊരാച്ചിരി പൂത്തിരി നിന്റെ തനിമതൻ ചന്തം. ഉള്ളിൽ വിരിയുന്നൊരാച്ചിരി പൂത്തിരി നിന്റെ തനിമതൻ ചന്തം. മണ്ണിലെ താരാപദം വിട്ടകന്നങ്ങ് വിണ്ണിൽ പിറന്നൊരു മുത്തേ. മിന്നും വെള്ളിത്തിരയുടെ സ്വത്തേ. നീ നട്ടുനോറ്റ കനിവിന്റെ പൂമരം ചോല വിരിച്ചു നിൽക്കുമ്പോ. മണ്ണിലെ താരാപദം വിട്ടകന്നങ്ങ് വിണ്ണിൽ പിറന്നൊരു മുത്തേ. മിന്നും വെള്ളിത്തിരയുടെ സ്വത്തേ.
നമ്മളിന്നിവിടെ ഈ പുരുഷാരം ഇവിടെ കൂടിയിരിക്കുന്നത് വളരെ സന്തോഷത്തോടു കൂടിയിട്ടല്ല, നമുക്കെല്ലാവർക്കും അറിയാം. ഒരുപക്ഷെ ഒരു കലാകാരനും ഇതുപോലെ ഒരു അനുസ്മരണം അദ്ദേഹത്തിൻ്റെ ഒരു കലാകാരൻ്റെ പേരിൽ ഇത്രയും അധികം ആളുകൾ ഒന്നിച്ചു കൂടുന്നത് കേരളത്തിലെ അത്യപൂർവമായി മാത്രം ലഭിക്കുന്ന ഒരു ബഹുമതിയാണ്. അതിന് കാരണം നമ്മുടെ പ്രിയങ്കരനായ ചാലക്കുടിയുടെ പ്രിയങ്കരനായ ചങ്ങാതി കലാഭവൻ മണി എന്ന ഓമനപ്പേരിൽ നമ്മളെല്ലാവരും മനസ്സിൽ വെച്ച് ആരാധിക്കുകയും ഇഷ്ടപ്പെടുകയും നമ്മളെ കൂടെ നിർത്തുകയും ഒക്കെ ചെയ്ത അകാലത്തിൽ നമ്മെ വിട്ടുപിരിഞ്ഞു പോയ നമ്മുടെ സുഹൃത്തിനെ പറ്റി ഇവിടെ സ്മരിക്കുന്ന ഈ വേളയിൽ ഇത്രയും അധികം ആളുകൾ കൂടിയിരിക്കുന്നത് ഇവിടെ വരുന്ന സിനിമാ താരങ്ങളെ കാണാനോ കൗതുകത്തോടുകൂടി അവർ പറയുന്നു കേൾക്കാനോ അല്ല എന്ന് നമുക്കറിയാം. ഇവിടെ വന്നിരിക്കുന്നവരെല്ലാം കലാഭവൻ മണി എന്ന നമ്മുടെ പ്രിയങ്കരനായ സുഹൃത്തിൻ്റെ നൊമ്പരമുണർത്തുന്ന ഓർമ്മകൾ വീണ്ടും പങ്കുവയ്ക്കാനും ഒരിറ്റ് കണ്ണുനീരൊഴുക്കാനും വേണ്ടിയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കലാഭവൻ മണി എന്ന കലാകാരൻ ഒരു നടൻ എന്ന നിലയിൽ മാത്രമല്ല അദ്ദേഹം നമ്മുടെ മുമ്പിൽ ജീവിക്കുന്നത്. കലാഭവൻ മണിക്കുണ്ടായിരുന്ന ഒരു പ്രത്യേകത, ഒരൊറ്റ സിനിമയിലൂടെ നായകസ്ഥാനത്തേക്ക് വരുന്ന പലരും, പ്രശസ്തിയുടെ കൊടുമുടിയിലേക്ക് വരുന്ന പലരെ പറ്റിയും നമുക്കറിയാം. പക്ഷെ താഴെത്തട്ടിൽ നിന്നെന്ന് പറഞ്ഞാൽ ഏറ്റവും അടിത്തട്ടിൽ ഒരു പാവപ്പെട്ട വീട്ടിൽ നിന്നും എല്ലാ ദാരിദ്ര്യങ്ങളിൽ നിന്നും അതിൻ്റെ എല്ലാ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളിൽ നിന്നും ഒരു മനുഷ്യൻ സ്വന്തം കഴിവ് കൊണ്ടും ഇച്ഛാശക്തി കൊണ്ടും ഉയർന്ന് നമുക്കൊരിക്കലും ചിന്തിക്കാൻ പോലും പറ്റാത്ത ഉയരങ്ങളിലേക്ക് എത്തിയപ്പോഴും വന്ന വഴി മറക്കാത്ത ഒരു കലാകാരനായിരുന്നു കലാഭവൻ മണി എന്നുള്ളത് കൊണ്ടാണ് ഇത്രയും അധികം ആളുകൾ ഇവിടെ കൂടിയിരിക്കുന്നത്. അദ്ദേഹം ഒരിക്കലും അദ്ദേഹത്തിൻ്റെ എത്ര ഉയരങ്ങളിലേക്ക് അദ്ദേഹം പറന്നപ്പോഴും അദ്ദേഹം സ്വന്തം മണ്ണിനെ, പ്രത്യേകിച്ച് ചാലക്കുടിക്കാരെ അദ്ദേഹം മറന്നില്ല. ചാലക്കുടിയിലെ ഓട്ടോറിക്ഷ തൊഴിലാളികളെ മറന്നില്ല, ഇവിടുത്തെ ചുമട്ട് തൊഴിലാളികൾ അദ്ദേഹം മറന്നില്ല, ഇവിടുത്തെ പാവപ്പെട്ട ഓരോ വ്യക്തികളെയും, നമ്മുടെ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ഒക്കെ ഉണ്ടാകുന്ന നമ്മുടെ മനസ്സിൽ ജീവിക്കുന്ന പാവപ്പെട്ട കഥാപാത്രങ്ങളെ പോലെയുള്ള മനുഷ്യരെ എല്ലാം അതേപോലെ സ്നേഹിക്കുകയും അവരോടൊപ്പം നിൽക്കുകയും ഒക്കെ ചെയ്ത ഒരു കലാകാരനാണ് മണി. അത് തന്നെയാണ് കലാഭവൻ മണിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അദ്ദേഹത്തിന് മലയാള സിനിമയിൽ മാത്രമല്ല തെന്നിന്ത്യൻ സിനിമയിലെല്ലാം അദ്ദേഹം ഏറ്റവും വിലപ്പെട്ട നടനായി കത്തിച്ചൊലിച്ച് നിൽക്കുമ്പോഴാണ് നട്ടുച്ചയ്ക്ക് സൂര്യൻ അസ്തമിക്കുന്നത് പോലെ അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞു പോയത്. അതൊരു മഹാദുരന്തമായിരുന്നു. ആ സന്ദർഭത്തിൽ നമ്മളെല്ലാവരും സാക്ഷ്യം വഹിച്ചതാണ്. സർക്കാരിൻ്റെ സന്നാഹങ്ങൾ പോലും വന്ന് തോറ്റുപോയി. എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട്, ഞാനന്ന് മണിയുടെ മൃതശരീരം അവിടെ പൊതുദർശനത്തിന് വെച്ചപ്പോൾ അത് കാണാൻ കഴിയാതെ കുറേയേറെ ആളുകൾ, 10,000-കണക്കിന് ആളുകളാണ് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഓടിയെത്തി ഇവിടെ കാണാൻ കഴിയാതെ വിഷമിച്ചു പോയത്. അന്ന് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ കുറേ ആളുകൾ എന്നെ തടഞ്ഞു നിർത്തി. അവരെല്ലാം കരയായിരുന്നു. അവരെന്നോട് പറഞ്ഞു, അന്ന് ഞാൻ കൈപ്പമംഗലം MLA ആണ്. അവരെന്നോട് പറഞ്ഞു, സാറേ ഞങ്ങൾക്ക് മണി ആരെന്ന് നിങ്ങൾക്കറിയാമോ? ഞാനൊന്നും അവരോട് പറഞ്ഞില്ല. അവർ പറഞ്ഞു, മണി ഞങ്ങളുടെ ഒരു ആരാധനാമൂർത്തിയായിട്ടുള്ള ഒരു സിനിമാ നടനല്ല, ഞങ്ങളുടെയൊക്കെ ജീവിതം രക്ഷിച്ച, ക്യാൻസർ രോഗം വന്നും കഷ്ടപ്പെട്ടും കഴിയുന്ന ഞങ്ങളുടെ ജീവിതത്തെ കൈപിടിച്ചുയർത്തിയ ഞങ്ങളുടെ കാണപ്പെട്ട ദൈവമാണ് അവിടെ മരിച്ചു കിടന്ന മണി. ആ മണിയെ ഞങ്ങൾ കാണാൻ കഴിയാത്തതിലുള്ള ദുഃഖമാണ് അവർ രേഖപ്പെടുത്തിയത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമുക്കൊക്കെ കയ്യെത്തിപ്പിടിക്കാൻ പറ്റാത്ത ഉയരത്തിൽ നിൽക്കുന്ന വലിയ താരങ്ങളെ നഷ്ടപ്പെട്ടു പോകുമ്പോഴുണ്ടാകുന്ന ഒരു ദുഃഖമായിരുന്നില്ല ഇവിടെ നമ്മൾ അലയടിച്ച് കണ്ടത്. മറിച്ച് നമ്മുടെ ഒരു കൂടപ്പിറപ്പിനെ നഷ്ടപ്പെട്ടപ്പോൾ, നമ്മുടെ ഏറ്റവും ആത്മസുഹൃത്തിനെ നഷ്ടപ്പെട്ടപ്പോഴുണ്ടായിരുന്ന നൊമ്പരമാണ് അന്നും ഇന്നും മണി എന്ന കലാകാരൻ നമ്മുടെ ഇടയിലെല്ലാം വരുത്തിവെച്ച അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായ നന്മകളിലൂടെ വെളിവാക്കപ്പെട്ടത്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഓരോ കാര്യങ്ങളും എന്നെക്കാളും കൂടുതൽ അറിയാവുന്ന ആളുകളാണ് എൻ്റെ മുന്നിലിരിക്കുന്നത്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഏതോ ഒരു സിനിമയിൽ ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സിനിമയുടെ ഒരു വശത്തുകൂടി പതുക്കെ നടന്നു പോയപ്പോൾ ഞാൻ അഭിനയിക്കുന്ന സിനിമയുടെ അൻസാർ എന്ന് പറയുന്ന അദ്ദേഹത്തിനോടോ ആരോടോ ഞാൻ ചോദിച്ചു,
അതാരാണ് എന്ന്. അപ്പോഴാണ് പറഞ്ഞത് ഇത് കലാഭവൻ മണി എന്ന് പറയുന്ന ഒരു മിമിക്രി ആർട്ടിസ്റ്റാണ്. ഞാൻ പറഞ്ഞു അദ്ദേഹം വേറെ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടോ? ഇല്ല, സിനിമയിൽ തുടങ്ങുന്നു എന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തെ വിളിച്ചു, സംസാരിച്ചു. ആ കുറച്ച് സമയം കൊണ്ട് നമുക്ക് മനസ്സിലായി അയാളൊരു കലാകാരനാണ്. ഇനി എൻ്റെ അടുക്കെ ചേട്ടാ എവിടെയെങ്കിലുമൊക്കെ പറയണം, എനിക്ക് റോള് വാങ്ങിത്തരണം, അതൊന്നും അദ്ദേഹം പറഞ്ഞില്ല. കാരണം അദ്ദേഹത്തിനൊരു ഉറപ്പുണ്ട്, ഒരു വിശ്വാസമുണ്ട്, ഇന്നല്ലെങ്കിൽ നാളെ ഞാനിവിടെ വരും എന്ന്. അതാണ് ഇവിടെ സംഭവിച്ചത്. തീർച്ചയായിട്ടും നമ്മൾ, നിങ്ങളായാലും നമ്മളൊക്കെ പത്രമെടുത്ത് നോക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു വാർത്ത ഒരു ഫോണിൽ കൂടെ കേൾക്കുമ്പോൾ ഇന്ന ആൾ മരിച്ചു എന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇപ്പം ഞാൻ MP ആയതുകൊണ്ടും ഞാൻ അങ്ങനെയുള്ള ചില മീറ്റിങ്ങുകൾക്ക് പോവാറുണ്ട്. അപ്പോൾ ചിലതൊക്കെ നമ്മൾ പറയുമ്പോൾ ഒരാവശ്യമില്ലാതെ മരിച്ച ആളെ പറ്റി പുകഴ്ത്തി പറയും. അദ്ദേഹം അങ്ങനെയായിരുന്നു, അയാൾ വളരെ എല്ലാവരോടും നല്ല പെരുമാറ്റമായിരുന്നു, സാധുക്കളായിട്ടുള്ള ആളുകളെ സഹായിച്ചിരുന്നു. അങ്ങനെയൊക്കെ പറയുമ്പോഴും മനസ്സിൻ്റെ ഉള്ളിൽ നമുക്കറിയാം അതല്ലായിരുന്നു എന്ന്. എന്നാലും അത് പറയേണ്ടി വരാറുണ്ട്. അത് സിനിമയിലാണെങ്കിലും രാഷ്ട്രീയത്തിലാണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും ഒക്കെ ഇതുണ്ടാവാറുണ്ട്. പക്ഷെ നമുക്കിവിടെ മണിയെപ്പറ്റി പറയുമ്പോൾ അങ്ങനെ ഒരു സംഭവമില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സ് വളരെ തുറന്ന മനസ്സായിരുന്നു. എല്ലാവരോടും അദ്ദേഹം വളരെ ബഹുമാനത്തോടു കൂടിയാണ് അദ്ദേഹം പെരുമാറിയിരുന്നത്. സാധുക്കളെ സഹായിക്കുന്ന കാര്യത്തിൽ വളരെയധികം മുൻപന്തിയിലാണ്. ഞാൻ തന്നെ ഈ മണിയോട് പറഞ്ഞിട്ടുണ്ട് ഒരിക്കൽ, അങ്ങനെ കാശ് എടുത്ത് കൊടുത്താൽ അത് തിരിച്ചു വരില്ല എന്ന് ഞാനൊരിക്കൽ പറയേണ്ടി വന്നു. കാരണം എൻ്റെ മുന്നിൽ വെച്ചാണ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ, ഈ പണം വാങ്ങാൻ വരുന്ന ആളുടെ കാര്യങ്ങൾ അന്വേഷിച്ചിട്ടൊന്നുമല്ല അത്. അപ്പം എന്തായാലും പിന്നെ സ്വന്തം നാടിനോടുള്ള താല്പര്യം, 1000 പ്രാവശ്യമെങ്കിലും ചാലക്കുടി ചാലക്കുടി എന്ന് പറയും. അദ്ദേഹം ചെയ്ത ജോലികൾ, മീൻ പിടിച്ചതും ചൂണ്ടയിട്ടതും ഓട്ടോറിക്ഷ ഓടിച്ചതും അച്ഛൻ്റെയും അമ്മയുടെയും ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ പറയാൻ അദ്ദേഹത്തിന് യാതൊരു വിഷമവും ഉണ്ടായിരുന്നില്ല. അതൊക്കെ പറഞ്ഞിരുന്നു. നമ്മളിൽ നിന്നും പെട്ടെന്ന് ഇപ്പം തന്നെ നമ്മുടെ MLA പറഞ്ഞതുപോലെ ഇവിടെ നിന്നും അദ്ദേഹം പോയിട്ടും നമുക്ക് തോന്നുന്നു അദ്ദേഹം ഇവിടെ ഉണ്ട് എന്ന്. ഈ ചിരിച്ച മുഖം നമ്മുടെ മനസ്സിൽ തന്നെ ഇപ്പോഴും പ്രതിഷ്ഠിച്ചിരിക്കുകയാണ്. ഒരുപാട് കഥാപാത്രങ്ങൾ, മലയാളത്തിൽ മാത്രമല്ല തമിഴിലും തെലുങ്കിലും ഒക്കെ അദ്ദേഹം ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ള ഒരാളാണ്. ഒരു കാര്യമായ ഇനി അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ പറയുക, നിങ്ങളെ ബോറടിപ്പിക്കുക, അതിൻ്റെ ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. മണിച്ചേട്ടന് നാഷണൽ അവാർഡ് കിട്ടി അദ്ദേഹത്തെ ആദരിക്കുന്ന ഒരു പരിപാടിയിൽ ചാലക്കുടിയിൽ വന്ന് പാടണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ഇപ്പോൾ അങ്ങനെയല്ല എങ്കിൽ കൂടിയും അദ്ദേഹത്തിൻ്റെ കലാജീവിതത്തിൻ്റെ എല്ലാ നന്മകളും ഓർത്തുകൊണ്ട് ആ വലിയ മനുഷ്യൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ശിരസ് നമിച്ചുകൊണ്ട് പരിപാടിക്കായിട്ട് എന്നെ ക്ഷണിച്ചതിന് പ്രിയപ്പെട്ട സുന്ദരദാസ് ചേട്ടനോടും ഇതിൻ്റെ സംഘാടകരോടും നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങട്ടെ. ആലിലക്കണ്ണ നിന്റെ മുരളികൾ കേൾക്കുമ്പോൾ എൻ മനസ്സിൽ പാട്ടുണരും, 1000 കനവുണരും. ആലിലക്കണ്ണ നിന്റെ
മുരളിക കേൾക്കുമ്പോൾ എൻ മനസ്സിൽ പാട്ടുണരും. ആയിരം കനവുണരും. ഉയിരിൻ വേദിയിൽ സ്വരകന്യകമാ നടമാടും. ആലില കണ്ണ നിന്റെ മുരളിക കേൾക്കുമ്പോൾ എൻ മനസ്സിൽ പാട്ടുണരും. ആയിരം കനവുണരും. വഴിയമ്പലത്തിൽ വഴിതെറ്റി വന്നു ഞാനൊരു വാനം പാടി. വഴിയമ്പലത്തിൽ വഴിതെറ്റി വന്നു ഞാനൊരു വാനം പാടി. ഒരു ചാൺവയറിൽ ഉൾത്തുടിത്താളത്തിൽ കണ്ണീർ പാട്ടുകൾ പാടാം ഞാൻ. കണ്ണീർ പാട്ടുകൾ പാടാം ഞാൻ. ഓ ഓ ഓ ആലില കണ്ണ നിന്റെ മുരളികൾ കേൾക്കുമ്പോൾ എൻ മനസ്സിൽ പാട്ടുണരും. ആയിരം കനവുണരും. വേദനയെല്ലാം വേദാന്തമാക്കി ഞാനിന്നൊരീണം പാടി. വേദനയെല്ലാം വേദാന്തമാക്കി ഞാനിന്നൊരീണം പാടി. സുന്ദരരാഗത്തിൻ സിന്ദൂര കിരണൻ കുരുടന്നു കൈവടിയായി. കുരുടന്നു കൈവടിയായി. ഓ ഓ ഓ ആലില കണ്ണ നിന്റെ മുരളികൾ കേൾക്കുമ്പോൾ എൻ മനസ്സിൽ പാട്ടുണരും. ആയിരം കനവുണരും. ഉയിരിൻ വേദിയിൽ സ്വരകന്യകമാർ നടമാടും. ആലില കണ്ണ നിന്റെ മുരളികൾ കേൾക്കുമ്പോൾ എൻ മനസ്സിൽ പാട്ടുണരും. ആയിരം കനവുണരും. മണി സിനിമയിൽ വന്ന കാലം തൊട്ട് ഇന്ന് ഞാൻ ആ ഡയറക്ടറെ ഇവിടെ കണ്ടില്ല. അമ്പിളി എന്ന് പറയുന്ന ഒരു ഡയറക്ടറാണ് മണി എനിക്ക് ആദ്യം പരിചയപ്പെടുത്തുന്നത് ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ. ആ പടത്തിൽ മണി ഒരു ചെറിയ വേഷം ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതല്ല, മണി ഒരുപാട് മിമിക്രി കാണിക്കും. ചേച്ചിക്ക് കാണണോ എന്ന് ചോദിച്ചിട്ട് മണിയെ അപ്പം തന്നെ വിളിച്ചിട്ട് മണി ആന നടക്കുന്നതും കുരങ്ങ് നടക്കുന്നതും
ഒക്കെ ആയിട്ടുള്ള കുറേ ഭാഗങ്ങൾ കാണിച്ചു തന്നു. അന്നാണ് ഞാൻ മണിയെ ആദ്യമായിട്ട് കാണുന്നതും. അന്ന് തൊട്ട് ആ ഒരു കലാഹൃദയം വളരെ കൂടുതലുള്ള ഒരു നടനായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ അദ്ദേഹത്തെ എൻ്റെ അനുജനായിട്ടോ അമ്മയായിട്ടോ ഒക്കെ ഒരുപാട് പടങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും അഭിനയത്തിൻ്റെ കാര്യത്തിൽ ഞാൻ അങ്ങേറ്റം കാല് തൊട്ട് വന്നിക്കുന്ന എൻ്റെ ഗുരുദേവനെ പോലെ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് മണി. മണി അതിനുശേഷം ഞങ്ങളെപ്പോൾ എവിടെ വെച്ച് കണ്ടാലും മണി നാടൻ പാട്ടുകളെ പറ്റിയും അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ ഒരുപാട് സംസാരിച്ചുകൊണ്ടിരിക്കും. ഞങ്ങൾ കോഴിക്കോട് ഒരു പടത്തിൻ്റെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ എൻ്റെ മകനായിട്ടാണ് മണി അഭിനയിക്കുന്നത്. അവിടെ ഇരുന്ന് ഈ നാടൻ പാട്ടുകളൊക്കെ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുക. അപ്പം ഞാൻ മണിയുടെ അടുക്ക പറഞ്ഞു, മണി ഇതൊക്കെ പുറത്ത് കൊണ്ടുവരണം മണി, ഇതൊന്നും ആരും ഇപ്പോൾ ശ്രദ്ധിക്കുന്നതേ ഇല്ല ഈ നാടൻ പാട്ടുകളൊക്കെ. മണിയെങ്കിലും വിചാരിച്ച് ഇതൊക്കെ ഒന്ന് പുറത്ത് കൊണ്ടുവരാൻ നോക്കണം മണി എന്ന് പറഞ്ഞു. ഞാൻ കൊണ്ടുവരും ചേച്ചി, ചേച്ചി നോക്കിക്കോ, ഈ പാട്ടുകളൊക്കെ നമ്മൾ പുറത്ത് കൊണ്ടുവന്നിരിക്കും. അങ്ങനെ ആദ്യത്തെ CD ഒരു ദിവസം ഉണ്ടായപ്പോൾ ഞങ്ങളെവിടെ ഷൂട്ടിങ്ങിൽ നിന്നപ്പോൾ എന്നെ കേൾപ്പിക്കാൻ വേണ്ടി മണി ഈ CD കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞു, ഗംഭീരമായിട്ടുണ്ട് മണി, ഇതിങ്ങനെ തുടർന്ന് പോകണം, എല്ലാ പാട്ടുകളും ഞാൻ കൊണ്ടുവരും. പിന്നെ മണി നാടൻ പാട്ടിൻ്റെ ഒരു രാജാവായിട്ട്, ഒരു ഉസ്താദായിട്ടാണ് മണിയെ പിന്നെ നമ്മൾ കാണുന്നത്. നമ്മൾ വിചാരിക്കാത്ത ദൂരത്തേക്ക് മണി എത്തിപ്പെട്ടു. അതിലങ്ങേറ്റം സന്തോഷവും ഇതിലാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ ചെയ്യാവുന്നതെല്ലാം നാട്ടുകാർക്കാണെങ്കിലും സിനിമാക്കാർക്കാണെങ്കിലും ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ സർവ്വതും പൂർത്തീകരിച്ചിട്ട് പോയ മാതിരിയാണ് നമുക്ക് തോന്നുന്നത്. അതുകൊണ്ട് മണി ഒരിക്കലും നമ്മളെ വിട്ട് പോയിട്ടില്ല, നമ്മുടെ കൂടെ തന്നെ ഉണ്ട് മണി. അതിനകത്ത് യാതൊരു സംശയവും വേണ്ട. എല്ലാവരും ഒരു ദിവസമെങ്കിലും മണിയെപ്പറ്റി ചിന്തിക്കാത്ത ദിവസങ്ങളില്ല. അതേപോലെ ഞാനും. ആദ്യമായി വലിയ കലാകാരൻ്റെ ആത്മാവിന് മുൻപിൽ ശിരസ നമിക്കുന്നു. ചാലക്കുടിയിലെ ജനങ്ങളുടെ മണിച്ചേട്ടൻ, അല്ലെങ്കിൽ മണിച്ചേട്ടൻ്റെ ചാലക്കുടിയിലെ ജനങ്ങൾ എന്ത് വേണോ നമുക്ക് വിശേഷിപ്പിക്കാം. പക്ഷേ എനിക്ക് ഇഷ്ടം മണിച്ചേട്ടൻ്റെ ചാലക്കുടിയിലെ ജനങ്ങൾ എന്ന് പറയാനാണ്. കാരണം അദ്ദേഹത്തിൻ്റെ കൂടെ ഒരുപാട് സ്റ്റേജുകൾ, അത് എബ്രോഡാവട്ടെ കേരളത്തിനകത്താവട്ടെ, ഒരുപാട് സ്റ്റേജുകൾ പങ്കിടാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചൊരു കലാകാരനാണ് ഞാൻ. എപ്പോൾ എവിടെ വെച്ച് കണ്ടാലും അദ്ദേഹത്തിന് ചാലക്കുടിയിലെ ജനങ്ങളെക്കുറിച്ചും അവിടുത്തെ വിശേഷങ്ങളെക്കുറിച്ചും മാത്രമേ പറയാൻ സമയമുണ്ടായിരുന്നുള്ളൂ. ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ, നല്ല ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട് മണിച്ചേട്ടൻ. അതെല്ലാം കോർത്തിണക്കി ഒരു പരിപാടിയാണ് ഇവിടെ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ക്ഷണിച്ച ഡയറക്ടർ സുന്ദർദാസ് സാർ, സുന്ദരേട്ടനോടും മറ്റെല്ലാ ഭാരവാഹികളോടും നന്ദി പറയുന്നു. പാട്ടിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു. കൈകൊട്ടു പെണ്ണേ എന്ന ഗാനമാണ് ആലപിക്കുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹത്തോടു കൂടി, ആശീർവാദത്തോടു കൂടി ആരംഭിക്കട്ടെ.